കഴിഞ്ഞ ദിവസം കർണാടകയിൽ അവതരിപ്പിച്ച ജാതി സെൻസസിന്റെ കണക്കുകൾ പുറത്തു വന്നത് മുതൽ തന്നെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എം വീരപ്പ മൊയ്ലി രംഗത്ത് വന്നിരിക്കുകയാണ്. കർണാടക ജാതി സർവേ പുനർപരിശോധിക്കണമെന്നാണ് നേതാവിന്റെ ആവശ്യം. അതുപോലെ തന്നെ പുറത്തു വന്നിരിക്കുന്ന സർവേ റിപ്പോർട്ട് സമൂഹത്തിൽ ധ്രുവീകരണത്തിനും പിരിമുറുക്കത്തിനും കാരണമാക്കുന്നുണ്ട് എന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും കൂടിയാലോചിച്ച് ഒരു സമവായത്തിൽ എത്തുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ജാതി സെൻസസ് സംബന്ധിച്ച് കർണാടക പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചിരുന്നുവെങ്കിൽ പോലും യോഗത്തിൽ സമവാക്യം ഉണ്ടാകാതിരുന്നതിനാൽ തന്നെ മാറ്റിവെക്കുകയാണ് ചെയ്തതും. അതുപോലെ തന്നെ ലിംഗായത്തുകൾ, ബൊക്കലിംഗകൾ തുടങ്ങിയ വലിയ ജാതി വിഭാഗങ്ങളുടെ ജനസംഖ്യ മുൻപ് കണക്കാക്കിയിരുന്നതിനേക്കാൾ കുറവാണ് എന്ന് ചില മന്ത്രിമാർ പരിഹാസ്യമായി തന്നെ യോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 2015 ഡാറ്റയുടെ അടിസ്ഥാനത്തിലാക്കിയുള്ള സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ റിപ്പോർട്ടിൽ കർണാടക സർക്കാരിന് ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജാതി സർവേയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിൽ കോൺഗ്രസ് മന്ത്രിമാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷമായും സമുദായ നേതാക്കളുമായും കൂടിയാലോചിച്ച് പുനർപരിശോധന നടത്തുകയാണ് വേണ്ടത്. നിലവിലെ റിപ്പോർട്ടിൽ മുസ്ലിം ജനസംഖ്യയിൽ ഏകദേശം 4% മുതൽ 6% വരെ വർധനവാണ് ഉണ്ടായിട്ടുള്ളതെന്നും സർവേ കാണിക്കുന്നുണ്ട്. അതേസമയം മറ്റു പല പിന്നോക്ക വിഭാഗങ്ങളുടെയും ജനസംഖ്യ കുറഞ്ഞതായാണ് കാണിച്ചിരിക്കുന്നത്. ഇത് സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുകയും രാഷ്ട്രീയപരമായ ദോഷം ചെയ്യുകയും ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കർണാടകയിലെ 5.98 കോടി വരുന്ന ജനസംഖ്യയിൽ ഏകദേശം 91 ലക്ഷം പേർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നാണ് സംസ്ഥാന ജാതി സെൻസസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ജാതികളും ഉപജാതികളുമായി 1351 വിഭാഗങ്ങൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ മുസ്ലിങ്ങൾ മാത്രം 99 ഉപജാതികളുണ്ട്. അതുപോലെ തന്നെ ബ്രാഹ്മണരിൽ 59 ഉപജാതികൾ ഉണ്ടെന്നാണ് സർവേയിൽ പറയുന്നത്. സംസ്ഥാന ജനസംഖ്യയുടെ 2.6% ബ്രാഹ്മണന്മാരാണ്. അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിൽ 57 ഉപജാതികളുണ്ട്. ഇതിൽ ബ്രാഹ്മണർ എന്നും ബൊക്കലിംഗ എന്നും സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നവരുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കർണാടകയിലെ മൊത്തം ജനസംഖ്യയുടെ 21.3% ലിംഗായത്തുകളും അതുപോലെ തന്നെ ബൊക്കലിംഗയും. 2015 നടത്തിയ സർവേ പ്രകാരം 76.99 ലക്ഷം മുസ്ലിങ്ങളാണുള്ളത്. ഇവർക്ക് നിലവിൽ OBC കോട്ടയിൽ നിലവിലുള്ള കാറ്റഗറി 2Bയിൽ 4% സംവരണമാണ് ലഭിക്കുന്നത്. 76.99 ലക്ഷം മുസ്ലിങ്ങളിൽ 59 ലക്ഷം പേരും സർവേയിൽ മുസ്ലിം എന്ന് മാത്രമാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ബാക്കി വരുന്നവരാണ് വ്യത്യസ്ത ഉപവിഭാഗങ്ങളിൽ കൂടി ചേർക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഷെയ്ഖ് മുസ്ലിം എന്നറിയപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതലായി പറയുന്നത്. 5.5 ലക്ഷം പേർ ഈ കാറ്റഗറിയിലുണ്ട്. 3.49 ലക്ഷം പേരാണ് സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ. എന്തായാലും കർണാടകയിൽ അവതരിപ്പിച്ച ജാതി സെൻസസ് അതിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ കണക്ക് പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം വിമർശനങ്ങളും ഉയർന്നു വന്നിരിക്കുന്നത്. അതേസമയം ജാതി സെൻസസ് ലളിതമായി പറഞ്ഞാൽ ജാതി തിരിച്ചുള്ള ആളുകളുടെ എണ്ണമാണ് സൂചിപ്പിക്കുന്നത്. കേവലം എണ്ണം എന്നതല്ല, ഓരോ ജാതി വിഭാഗങ്ങളും കൈയടക്കിയ അധികാര വിഭാഗങ്ങളുടെ കണക്കിൽപ്പെടുന്നതാണ് കൂടിയത് ഇത് എന്നതാണ് ഈ കണക്കിനെ ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നതും. എന്തിനാണ് ഈ കണക്കിനെ ചിലർ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. ഈ കണക്കുകൾ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തും എന്നതാണ്. പിന്നോക്ക സമുദായങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്നത് മനസ്സിലാകും. അതുപോലെ തന്നെ അധികാരികളും വിഭാഗങ്ങളും ആരാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നതിൻ്റെ ആധികാരിക രേഖകളും പുറത്തു വരും. സ്വാതന്ത്ര്യം ലഭിച്ച് 3/4 നൂറ്റാണ്ടായിട്ട് പോലും സാമൂഹിക നീതിയുടെ കാര്യത്തിൽ രാജ്യം എവിടെ നിൽക്കുന്നു എന്ന കാര്യം വെളിപ്പെടും. അപ്പോൾ പിന്നെ അധികാരം കൈവശം വെച്ചിരിക്കുന്നവർ ആ കണക്കിനെ ഭയപ്പെടുന്നത് സ്വാഭാവികമാണെന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ജാതിയാണ് ഏറ്റവും ആഴവും പരപ്പുമുള്ള ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന കാര്യങ്ങൾ ആർക്കും തർക്കമുണ്ടാകില്ല. എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യക്കാരൻ്റെ ദൈനംദിന ജീവിതത്തിൽ അത് നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരിക്കുമെന്നും അതിനാൽ തന്നെ വിവിധ ജാതി വിഭാഗങ്ങളെക്കുറിച്ച് കൃത്യവും കണിശവുമായ പഠനം ഇന്ത്യൻ സാമൂഹിക അവസ്ഥയെ മനസ്സിലാക്കുവാനും ഭരണപരമായ നടപടിക്രമങ്ങളെ കൂടുതൽ സസൂക്ഷ്മമായി നിരീക്ഷിക്കുവാനും കൃത്യതയിലും പ്രയോഗിക്കുവാനും ഏറെ അനിവാര്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ജാതി സെൻസസ് എന്ന ആശയത്തിൻ്റെ പ്രസക്തി അവിടെ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.